ഇത് സമാധാനത്തിന്റെ തത്വശാസ്ത്രമാണ്, ഇത് നീതിയുടെ തത്വശാസ്ത്രമാണ്, ഇത് മനസ്സലിവിന്റെയും സ്നേഹത്തിന്റെയും തത്വശാസ്ത്രമാണ്. ഇതിനെ തകർക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. ഇത് വിളിച്ചാണ് وجعلنا له نورا يمشي به في الناس. അതാണ് ഇസ്ലാമിക ചരിത്രം. അതിനെ സ്വീകരിക്കാത്ത ഒരാൾ ചരിത്രത്തിൽ ഉണ്ടായില്ല. എല്ലാവരും ചിന്തിക്കുക. ഈ വെളിച്ചത്തിന്റെ മലർവാടിയിലേക്ക് ലോകം മുഴുവനും ഒഴുകി വന്നു. ഇന്ത്യൻ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ പുത്രൻ ഹരിലാൽ ഈ പൊന്നാനിയിൽ വന്നാണ് മുസ്ലിമായത്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള ഗാന്ധി എന്നാണ്. ഈ പൊന്നാനിയിൽ ലെഡ്ജറിലുണ്ട്, രജിസ്ട്രേഷൻ ബുക്കിലുണ്ട്. 1936 പൊന്നാനി വന്നിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇന്ത്യൻ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ മൂത്രപുത്രൻ ഹരിലാൽ മുസ്ലിമാകാൻ വേണ്ടി വന്നു. എങ്ങോട്ട് പറ? എങ്ങോട്ട്? പൊന്നാനി മഅൂനത്തിൽ ഹരിലാൽ വന്നു. 5000-ഓളം മുസ്ലിമീങ്ങൾ മനോഹരമായ ആ ത്രിവേണി സംഗമം പോലെയുള്ള മനോഹരമായ ആ കടപ്പുറത്ത് അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തു. 5000-ഓളം മുസ്ലിമീങ്ങൾ. ഹരിലാൽ പിന്നെ ചരിത്രത്തിലേക്ക് ഹരിലാൽ പിന്നീട് അബ്ദുള്ള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. അബ്ദുള്ള ഗാന്ധിയാണ് ഹരിലാൽ. മരിക്കും. ആരുടെ മകൻ? എന്തായിരുന്നു പറഞ്ഞ? ആരുടെ മകൻ? ഗാന്ധിജിയുടെ മകൻ ഹരിലാൽ. ഹരി എന്ന വാക്കിന് ഗാന്ധിജിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണല്ലോ അധസ്ഥിത വർഗത്തിന് ഹരിജനങ്ങൾ എന്ന് പേര് കൊടുത്തത്. ഹരി, മനസ്സിലായില്ലേ? ഹരി എന്ന വാക്ക് ഗാന്ധിജിക്ക് വലിയ ഇഷ്ടമുള്ള വാക്കാണ്. ഹരി. ആ വാക്ക് വെച്ച് ഈ മഹാനായ ഗാന്ധിജി, ഇന്ത്യൻ രാഷ്ട്രപിതാവായ ഗാന്ധിജി തന്റെ മൂത്തപുത്രന് നൽകിയ പേരാണ് കസ്തൂർബ ഗാന്ധിയുടെയും ഗാന്ധിജിയുടെയും മൂത്തപുത്രനാണ് ഹരിലാൽ. ആ ഹരിലാൽ 1936 പൊന്നാനിയിൽ വന്ന് മുസ്ലിമായി അവിടെ ദിവസങ്ങളോളം താമസിച്ച് പരിശുദ്ധ അറബി ഭാഷയും ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അടക്കമുള്ള സൂറത്തുകൾ പഠിച്ച് വലിയ ഇസ്ലാമിന്റെ മലർവാടിയിലേക്ക് വന്ന് അബ്ദുള്ള ഗാന്ധി എന്ന പേര് സ്വീകരിച്ചു. ഞാൻ ഈ വർഷം ഈ ചരിത്രം അറിഞ്ഞപ്പോൾ പൊന്നാനിയിൽ ഇരുത്തിയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് 1930 മുതലുള്ള മൊത്തം അങ്ങോട്ട് പരിശോധിപ്പിച്ചു. ഇരുന്നിട്ട് പൊടി തട്ടി കിടക്കുന്നത് മുഴുവൻ അവർ എടുത്തിട്ട് അങ്ങോട്ട് പരിശോധിച്ചപ്പോൾ കിട്ടി. പഴയ രജിസ്ട്രേഷനിലുണ്ട് 1936. അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആര്? ഹരിലാൽ എന്ന അബ്ദുള്ള ഗാന്ധി ഇസ്ലാമിന്റെ മലർവാടിയിലേക്ക് വന്നിട്ടുണ്ട്. ലോകം മുഴുവനും ഇസ്ലാമിന്റെ മലർവാടിയിലേക്ക് വന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അധികാര കേന്ദ്രങ്ങളെ ബഹുമാനപ്പെട്ട വെളിച്ചത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് ഇസ്ലാമിന്റെ സംഭാവനയാണ്. ലോകം മുഴുവനും മാറ്റമുണ്ടായി. നീതിയുടെ തത്വശാസ്ത്രങ്ങളും നീതിയുടെ രാഷ്ട്രമീമാംസാ തത്വങ്ങളും ലോകത്തെ പുസ്തകങ്ങളിലും തടിച്ച പുസ്തകങ്ങളിലും നിലകൊള്ളുകയും അത് പിന്നെ അധികാരികൾ ഉറക്കം കെടുത്തുകയും അങ്ങനെ സ്തോഭജന്യമായ ഒരു വെളിച്ചത്തിന്റെ നേർക്ക് നടക്കാൻ സകല മനുഷ്യരും ഭരണാധികാരികളും നിർബന്ധിതരാവുകയും ചെയ്തു. അതെല്ലാം മഹത്തായ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആന്തോളനവും അതിന്റെ ഒരു പരിണിത ഫലവും അതിന്റെ ഒരു ലാഭവുമായിരുന്നു എന്ന് ചരിത്രത്തിൽ പരിശോധിച്ച ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിന്റെ മഗ്ഫൂരിങ്ങളായ ഇബാദിൽ പരിശുദ്ധ റമളാനിൽ അള്ളാഹു അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഈ പറഞ്ഞ എല്ലാവരെയും ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന സ്വാഇമീങ്ങളിൽ